നമ്മുടെ സമൂഹത്തിൽ എസ്പെഷ്യലി കുട്ടികളുടെ ഇടയിൽ ലഹരി ഉപയോഗം ഭയങ്കരമായിട്ട് വർദ്ധിച്ചു വരുന്നുണ്ട്. നഗരങ്ങളിലെ വിദ്യാർത്ഥികൾക്കിടയിൽ നടത്തിയ സ്റ്റഡിയിൽ 44% കുട്ടികളും കഴിഞ്ഞ ഒരു 3 മാസത്തിനുള്ളിൽ ഡ്രഗ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ 10% കുട്ടികൾ ലൈഫിൽ വൺ ടൈം എങ്കിലും ഡ്രഗ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റഡിയിൽ 6251 കുട്ടികളാണ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ ബോയ്സും ഗേൾസും മിക്സഡ് ആയിട്ടാണ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിലാണ് അറൗണ്ട് 44% കുട്ടികൾ കഴിഞ്ഞ 3 മാസത്തിനുടെ ഇടയിൽ ഡ്രഗ് യൂസ് ചെയ്തിട്ടുള്ളത്. അതും ഒന്നൊന്നല്ല, പല കുട്ടികളും 3, 4, 5 തരം ഡ്രഗ്സ് വരെ യൂസ് ചെയ്ത കുട്ടികൾ ഈ കൂട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഡ്രഗ് യൂസ് ചെയ്യുന്നതിന്റെ സ്റ്റാർട്ടിങ്ങില് പലർക്കും, കുട്ടികൾക്കും മുതിർന്നവർക്കും, അവർക്ക് അത് താൽക്കാലികമായിട്ടുള്ള ഒരു സാറ്റിസ്ഫാക്ഷനും സന്തോഷവും ആശ്വാസവും പോസിറ്റീവായിട്ടുള്ള ഒരു ഉന്മേഷവും മാത്രമാണ് കിട്ടുന്നത്. പിന്നെ ഇവര് യൂസ് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് കഴിയുമ്പോഴാണ് അത് അവരുടെ ഡേ ടു ഡേ ലൈഫിനെ ബാധിച്ചിട്ട് അത് അവരുടെ കുടുംബജീവിതത്തെയും സാമൂഹിക ജീവിതത്തെയും ഒക്കെ തകർത്ത് കളയുന്നത്. അതേപോലെ തന്നെ കുട്ടികളുടെ ഇടയിലെ ലഹരി ഉപയോഗം ഭയങ്കരമായിട്ട് അധികമായിട്ടുണ്ട് ഈയിടെയായിട്ട്. നമ്മൾ മീഡിയയിൽ കാണുന്നതിനേക്കാളും ഭയാനകമാണ് കുട്ടികളുടെ ലഹരി ഉപയോഗം. ഈ അടുത്ത് നടന്ന എല്ലാ ക്രൈമിന്റെയും പിന്നില് ഈ ലഹരിയുടെ സാന്നിധ്യവും നന്നായിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കുട്ടികളൊക്കെ ഒരു കൗതുകത്തിൽ തുടങ്ങിയിട്ട് പിന്നെ ഇതിന് അഡിക്റ്റ് ആയി പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ ഈ കുട്ടികൾക്ക് മാറണം എന്ന ആഗ്രഹമുണ്ടെങ്കിലും അതിനാവശ്യമായിട്ടുള്ള അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഗൈഡൻസോ അതേപോലെ തന്നെ സപ്പോർട്ടോ സമൂഹത്തിൽ നിന്നും കിട്ടുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. നിങ്ങൾ പറഞ്ഞ പോലെ ഈ ഒരു കൗതുകം, ക്യൂരിയോസിറ്റി ആണ് ഒരു പ്രധാന ഘടകം. കുട്ടികൾക്ക് ഈ ലഹരിയിലേക്ക് വരാനുള്ള ഒരു പ്രധാന ഘടകം ക്യൂരിയോസിറ്റിയാണ്. അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു ഘടകമാണ് പിയർ പ്രഷർ, കുടുംബസമ്മർദ്ദം, അവരുടെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ഡിപ്രഷന്, പിന്നെ ഈ പഠനത്തിലുള്ള സ്ട്രെസ്, ഇതൊക്കെ കുട്ടികൾ ലഹരിയിലേക്ക് വരാനുള്ള ഒരു പ്രധാന ഘടകങ്ങളാണ്. ഇപ്പം സിറ്റികൾ എടുത്ത് നോക്കിയാൽ ഇന്ത്യയിൽ തന്നെ 2ാം സ്ഥാനത്താണ് കൊച്ചി ഉള്ളത്. അതേപോലെ തന്നെ ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള കേരളത്തിലുള്ള 3 ജില്ല എടുത്തു കഴിഞ്ഞാൽ അതിൽ കോഴിക്കോടുണ്ട്, തൃശ്ശൂരുണ്ട്, എറണാകുളമുണ്ട്. പിന്നെ മാത്രമല്ല, അപ്പൊ അതിന് റീസൺ ആയിട്ട് ഗവൺമെന്റ് തന്നെ പോലീസിന്റെ റിപ്പോർട്ട് പ്രകാരം പറയുന്നത് ഇതിന്റെ ഒരു അഗ്രസീവ് മാർക്കറ്റിംഗ് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം ഇവർക്കൊരു കുട്ടിയെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ലോങ് ടൈമിൽ ഇവരുടെ കസ്റ്റമർ ആയി തീരുകയാണ് ചെയ്യുന്നത്. പിന്നെ ഈ കുട്ടികൾ തന്നെയാണ് ഇത് കാരിയേഴ്സ് ആയിട്ടും അതേപോലെ തന്നെ ഇത് മാർക്കറ്റ് ചെയ്യുന്നതും മറ്റുള്ള കണ്ടെത്തുന്നതൊക്കെ ചെയ്യുന്നത്. നിങ്ങൾ കാരിയേഴ്സിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, 2020-21 എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഒരു സ്റ്റഡി കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു സർവേ. അത് 10-നും 19-നും വയസ്സിനിടയിൽ പ്രായമുള്ള 600 കുട്ടികളുടെ ഇടയിലായിരുന്നു സ്റ്റഡി. ആ സ്റ്റഡിയിലെ കണ്ടെത്തലുകൾ ശരിക്കും നമുക്ക് ഞെട്ടിപ്പിക്കുന്ന കണ്ടെത്തലുകളാണ്. 445 കുട്ടികൾ ലഹരി ഉപയോഗിക്കുന്നവരും 155 കുട്ടികൾ ലഹരിയുമായി ബന്ധപ്പെട്ട കേസുകളിലെ പ്രതികളുമാണ്. ഇതിൽ 97% കുട്ടികൾ ഒരു തവണയെങ്കിലും ലഹരി ഉപയോഗിച്ച കുട്ടികളാണ്. അതേപോലെ തന്നെ 28% കുട്ടികൾ ലഹരി വിൽപ്പനക്കാരും, പിന്നെ 12% കുട്ടികൾ ഈ ലഹരി ഇങ്ങനെ കയറ്റി കൊടുക്കൂലേ, അതായത് കാരിയേഴ്സ്, ഡ്രഗ് കാരിയേഴ്സ് ആയിട്ടും പ്രവർത്തിച്ചവരാണ്. ഇവർ ഏറ്റവും അധികമായിട്ട് യൂസ് ചെയ്ത ലഹരി വസ്തു എന്ന് പറയുന്നത് 82% കഞ്ചാവായിരുന്നു. അതേപോലെ തന്നെ 75% പുകയില ഉൽപ്പന്നങ്ങളും 64% ആൽക്കഹോളും ആയിരുന്നു. ഇത് കൂടാതെ തന്നെ LSD, ഹെറോയിൻ, കൊക്കെയിൻ, അതേപോലെ സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസ്, അങ്ങനെ ഒരുപാട് ലഹരി വസ്തുക്കൾ ഇവ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഈ ലഹരി ഉപയോഗിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ 79% കുട്ടികളും ക്യൂരിയോസിറ്റി കൊണ്ടാണ്. അതേപോലെ തന്നെ 73% കുട്ടികൾ പിയർ പ്രഷറിന്റെ ഇൻഫ്ലുവൻസോട് കൂടിയാണ്. 52% കുട്ടികൾ എന്റർടൈൻമെന്റ്, ഒരു ആനന്ദത്തിന് വേണ്ടിയിട്ടാണ് ഈ ലഹരി ഉപയോഗം തുടങ്ങിയത്. ഇത് കൂടാതെ തന്നെ കുട്ടികൾ ലഹരിയിലേക്ക് ഇങ്ങനെ വഴുതി വീഴാനുള്ള മറ്റു കുറേ സാഹചര്യങ്ങളുണ്ട്. കുടുംബ പ്രശ്നങ്ങൾ അതിനൊരു കാരണമാണ്. അതേപോലെ തന്നെ മാനസിക ബുദ്ധിമുട്ടുകൾ, അക്കാഡമിക് ഫെയിലിയർ, എന്തിനേറെ പറയുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസും കുട്ടികൾ ലഹരിയിലേക്ക് വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. ഈ സ്റ്റഡിയിലെ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് ഉപയോഗിച്ച കുട്ടികളുടെ വയസ്സാണ്, പ്രായം. 70% കുട്ടികളും 10-നും 15-നും വയസ്സിലാണ് ഈ ലഹരി ഉപയോഗം തുടങ്ങിയത്. അതേപോലെ തന്നെ 79% കുട്ടികൾക്കും ഈ ലഹരി വസ്തു ആദ്യമായി കൊടുത്തത് അവരുടെ ഫ്രണ്ട്സ് തന്നെയാണ്. ഈ സ്റ്റഡി ഹൈലൈറ്റ് ചെയ്യുന്നത് കുട്ടികൾ തന്നെയാണ് ലഹരി ഉപയോഗിക്കുന്നത്, കുട്ടികൾ തന്നെയാണ് ഇത് കാരിയേഴ്സ് ആയിട്ട് ചെയ്യുന്നത്, അതേപോലെ തന്നെ കുട്ടികൾ തന്നെയാണ് മറ്റു കുട്ടികൾക്ക് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ സ്റ്റഡി പ്രകാരം കുട്ടികൾ തന്നെയാണ് ഇതിന്റെ മെയിൻ കണ്ണികൾ, ചങ്ങല എന്ന് പറയുന്നത്. നമ്മൾ ശരിക്കും ഈ ലഹരിക്ക് അഡിക്റ്റ് ആയവരെ, അത് കുട്ടികളായിക്കോട്ടെ മുതിർന്നവരായിക്കോട്ടെ, നമ്മൾ അവരെ കുറ്റപ്പെടുത്തും, അല്ലെങ്കിൽ കളിയാക്കും, ഒറ്റപ്പെടുത്തും. അവരെ
കുറ്റപ്പെടുത്തുന്നതിനും ഒറ്റപ്പെടുത്തുന്നതിനും ശിക്ഷിക്കുന്നതിനും പകരം അവരെ മനസ്സിലാക്കിയിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, ഒരു സപ്പോർട്ട്, ഒരു പിന്തുണ അവർക്ക് കൊടുക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്വമാണ്. പ്രത്യേകിച്ച് നമ്മുടെ സമൂഹത്തിന്റെ ഒരു കൂട്ടായ ഒരു ഉത്തരവാദിത്വമാണ്. ഇപ്പൊ കുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ പേരൻസ്, ടീച്ചേഴ്സ്, ഇനി മുതിർന്നവരുടെ കാര്യം പറയുകയാണെങ്കിൽ NGOs, റെസിഡൻസ് അസോസിയേഷൻസ്, അങ്ങനെ എല്ലാ ഘടകങ്ങളും എല്ലാവരും കൂടെ ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ മാത്രമേ നമുക്ക് അവര് വഴിതെറ്റിപ്പോയ അവരെ, അല്ലെങ്കിൽ അവരുടെ പഴയ ലൈഫിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇപ്പം ഡ്രഗ് അഡിക്ഷന്റെ കേസിൽ കുട്ടികൾ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫ്രണ്ട്സ് ഒക്കെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഫ്രണ്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം, അതേപോലെ തന്നെ ലവേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. മാത്രമല്ല ചില കുട്ടികൾക്ക് അക്കാഡമിക് പ്രഷർ ഉണ്ടാവും, ഡിപ്രഷൻ ഉണ്ടാവും. അപ്പം കുട്ടികൾ മറ്റു കുട്ടികൾ എന്ത് ചെയ്യും, ഈ മരുന്നൊന്നും അല്ലെങ്കിൽ ഈ ലഹരി ഒന്ന് യൂസ് ചെയ്ത് നോക്കും, നിന്റെ പ്രശ്നങ്ങൾ മാറും എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ഒരു ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ ഇത് കൊടുക്കുക. പക്ഷെ 2-3 പ്രാവശ്യം യൂസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇവരെന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി ഒരു അഡിക്റ്റ് ആയി അഡിക്റ്റ് ആയി കഴിഞ്ഞാലുള്ള പ്രശ്നം പിന്നെ ഇവർക്ക് ഇത് കിട്ടാതിരിക്കാത്ത യൂസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഓട്ടോമാറ്റിക്കലി ഇവരുടെ അക്കാഡമിക്കിനെ ബാധിച്ചു തുടങ്ങും. അതേപോലെ തന്നെ ഇവരുടെ ബിഹേവിയറിനെ ബാധിച്ചു തുടങ്ങും, ഇവരുടെ മൂഡിനെ ബാധിച്ചു തുടങ്ങും. ക്രമേണ ഇവരുടെ ഒരു കുട്ടി എന്ന രീതിയിൽ എഡ്യൂക്കേഷനും അവരുടെ മറ്റു കാര്യങ്ങളാണ് ഫോക്കസ് ചെയ്യേണ്ടത്. അതിലൊക്കെ ബാക്കോട്ടായി പോവുകയും ഈ കുട്ടി സമൂഹത്തിന് തന്നെ ഒരു ബാധ്യതയായി മാറുകയാണ് ചെയ്യുക. ഓട്ടോമാറ്റിക്കലി നിലവിലെ സംവിധാനങ്ങളിൽ ഈ കുട്ടിയെ ഹെൽപ്പ് ചെയ്യാനോ അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനോ ഒരു പ്രോപ്പർ ആയിട്ടുള്ള സിസ്റ്റം അല്ല. ഇപ്പം ടീച്ചേഴ്സ് ആണെങ്കിലും ഒരു സ്കൂളിലാണെങ്കിലും 10ാം ക്ലാസ് ഈ കുട്ടി അതിനെ കഴിഞ്ഞ് പോകട്ടെ എന്ന് വിചാരിക്കും. ഈ കുട്ടി പ്ലസ് ടു കണ്ടിന്യൂ ചെയ്യും. ഓട്ടോമാറ്റിക്കലി ഈ അഡോളസെന്റിൽ തുടങ്ങിയിട്ടുള്ള ഡ്രഗ് യൂസ് എന്ത് ചെയ്യും, ഒരു അഡൽട്ട്ഹുഡിലേക്ക് എത്തുമ്പോൾ കണ്ടിന്യൂ ചെയ്ത് പോവാണ് ചെയ്യാം. അപ്പം നിലവിൽ ഈ പ്രോപ്പറായിട്ട് സംവിധാനം ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുക, നമ്മൾ ഇവിടെ ചെയ്യുന്നത് പ്രോപ്പറായിട്ട് കുട്ടികളിലെ ലഹരി ഉപയോഗം എത്രത്തോളം എത്തി എന്നുള്ളത് WHO ഒക്കെ അപ്രോപ്രിയേറ്റ് ആയിട്ട് ടൂൾ ഉപയോഗിച്ചിട്ട് ഇത് കണ്ടെത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഷുഗർ ടെസ്റ്റ് ചെയ്യാറുണ്ട്, അതേപോലെ പ്രഷർ ചെക്ക് ചെയ്യാറുണ്ട്. അപ്പം അതൊക്കെ നമുക്ക് കറക്റ്റ് ഡാറ്റ കിട്ടും. 99, 100, 120 കറക്റ്റ് ഡാറ്റ കിട്ടും. അതേപോലെ നമ്മൾ WHO അസിസ്റ്റ് എന്നുള്ള ടൂള് മൊബൈൽ ആപ്പിന്റെ സഹായത്തോട് കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കുട്ടികളുടെ ലഹരി ഉപയോഗം ഓരോ ഡ്രഗ്സിന്റെയും സെപ്പറേറ്റ് ആയിട്ട് അവർ ഏത് സ്റ്റേജിലാണ് എന്നുള്ളത് കൃത്യമായി ഏത് സ്റ്റേജിൽ എത്തി എന്നുള്ളത് കൃത്യമായി നമ്പർ വെച്ചിട്ട് നമ്മൾ അസസ് ചെയ്യും. ഈ അസസ്മെന്റിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കുട്ടിക്ക് എന്ത് ട്രീറ്റ്മെന്റ് വേണം എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. എക്സാമ്പിൾ ആയിട്ട് ഈ അസിസ്റ്റ് ടൂൾ പ്രകാരം ഈ കുട്ടിയുടെ സ്കോർ 3 ആണെങ്കിൽ ആ കുട്ടി 1 ടൈം ആണ് യൂസ് ചെയ്യാൻ സാധ്യത കൂടുതൽ. അങ്ങനത്തെ കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യും, അവർക്കൊരു അഡ്വൈസ് ആണ് കൊടുക്കുക. അതിന്റെ ഭവിഷ്യത്തുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഈ കുട്ടി ലഹരി ഉപയോഗത്തിലേക്ക് പോവാതിരിക്കാനുള്ള എല്ലാ പഴുതുകളും നമ്മൾ അടയ്ക്കുകയാണ് ചെയ്യുക. അതേപോലെ തന്നെ ഇനിയിപ്പം 3നും 27നും ഇടയിലാണ് ഈ കുട്ടിയുടെ സ്കോർ എങ്കിൽ 27 മാക്സിമം ആണ്. ഒരു 18, 19 ഒക്കെ ആണെങ്കിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഇവർക്ക് ബ്രീഫ് ഇന്റർവെൻഷൻ എന്ന് പറയുന്ന WHO തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ടൂൾ ഉണ്ട്. ആ ഒരു ഇന്റർവെൻഷൻ ആണ് നമ്മൾ ഇവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഇത് 4 സ്റ്റേജ് കൗൺസിലിംഗ് ആണ്. ഈ 4 സ്റ്റേജ് കൗൺസിലിംഗ് കൊടുക്കുന്നതോട് കൂടി തന്നെ ഈ കുട്ടികളുടെ ലഹരി ഉപയോഗം ഒരുപാട് കുറയുന്നുണ്ട്. കാരണം ഇത് നമ്മൾ കൗൺസിലിംഗ് എന്നുള്ള രീതിയിൽ, നമ്മുടെ ഒരു കൗൺസിലർ എന്നുള്ള രീതിയിൽ നമ്മുടെ മാത്രം ഇടപെടലല്ല, ആ കുട്ടിയുടെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള ഒരു സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ കുട്ടികളുടെ ലഹരി സപ്പോർട്ട് വേണം. അപ്പം 100% അവരുടെ സപ്പോർട്ട് ഇല്ലാതെ ഡ്രഗ് അഡിക്ഷന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ ഈ കുട്ടിയുടെ പാരന്റ്സിന്റെയും ഫാമിലിയുടെയും ഒക്കെ സപ്പോർട്ട് ഈ ഒരു ബ്രീഫ് ഇന്റർവെൻഷനിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഡ്രഗ് അഡിക്ഷൻ എന്നുള്ളത് ഒരു മാനസിക രോഗമാണെങ്കിലും മറ്റു മാനസിക രോഗങ്ങളായ ഡിപ്രഷൻ, ആങ്സൈറ്റി പോലെ ഉള്ള ട്രീറ്റ്മെന്റിനേക്കാളും ഉപരി ഇവർക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് ഇതിന് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഈ കുട്ടികളിലെ ലഹരി ഉപയോഗം എസ്പെഷ്യലി കുട്ടികളിലെ ലഹരി ഉപയോഗം കൂടി വരുന്നുണ്ടെങ്കിലും അത് നമ്മൾ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് പൂർണ്ണമായും കുട്ടികളിലെ ലഹരി ഉപയോഗം കുറയ്ക്കാൻ നമുക്ക് സാധിക്കും. കോഴിക്കോട് ജില്ലയിലെ മുക്കത്ത് ക്രിയേറ്റീവ് മൈൻഡ് സെറ്റിൽ ഡ്രഗ് അഡിക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സേവനം ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.